വാതാപി ഗണപതിം ഭജേഹം എന്ന് കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. വാതാപി ഗണപതി ആരാണ് എന്ന് എത്ര പേർക്ക് അറിയാം? കുട്ടിക്കാലത്ത് എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു, ആരാണ് ഈ വാതാപി ഗണപതി എന്ന്. ഒരു രസകരമായ കഥ പറയട്ടെ. ഇല്വലൻ എന്നും വാതാപി എന്നും രണ്ട് അസുരന്മാരുണ്ടായിരുന്നു. ഇവർ വളരെ ക്രൂരന്മാരായിരുന്നു. ഇവരുടെ ഇഷ്ട വിനോദമായിരുന്നു ബ്രാഹ്മണരെ വധിക്കുക എന്നുള്ളത്. ആദ്യം ഈ ബ്രാഹ്മണരെല്ലാം നശിച്ചു പോകണേ, അവരൊക്കെ മരിച്ചു പോകണേ എന്ന് ബ്രഹ്മാവിനോട് വരം ചോദിച്ചു. പക്ഷെ ബ്രഹ്മാവ് കൊടുത്തില്ല. അപ്പോൾ അവർ സ്വയം ഒരു വഴി കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇല്വലൻ എന്ന അസുരന് മൃതസഞ്ജീവനി വിദ്യ അറിയാമായിരുന്നു. വാതാപിക്കാണെങ്കിൽ ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അവരവരുടെ കൊട്ടാരത്തിലേക്ക് ഓരോ ദിവസവും ഓരോ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തും. എന്നിട്ട് ഈ വാതാപി എന്ന അസുരൻ ഒരു ആടിൻ്റെ വേഷം ധരിക്കും. ആടായി മാറിയ വാതാപിയെ ഇല്വലൻ വധിച്ച് ആടിൻ്റെ മാംസം കറി വെച്ച് ഈ ബ്രാഹ്മണർക്ക് കൊടുക്കും. ഇവരിതറിയാതെ അസുരൻ ക്ഷണിച്ചു വരുത്തി അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഈ ആട്ടിറച്ചിയും കഴിക്കും. ഭക്ഷണമൊക്കെ കഴിഞ്ഞ ഉടനെ ഈ മൃതസഞ്ജീവനി വിദ്യ അറിയാവുന്ന ഇല്വലൻ ആ വാതാപിയോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടും, ജീവിച്ച് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടും. ആ ബ്രാഹ്മണൻ്റെ വയറ് കീറി വാതാപി പുറത്തേക്ക് വരും. ഈ ബ്രാഹ്മണൻ അവിടെ കിടന്ന് മരിക്കും. ഇത് ദിവസവും തുടർന്നു പോന്നു. കുറേ ദിവസം കുറേ ബ്രാഹ്മണരെ ഇങ്ങനെ ഇവർ യാതൊരു ദയയുമില്ലാതെ കൊന്നൊടുക്കി. ഒരിക്കൽ ഇതറിഞ്ഞ അഗസ്ത്യ മഹർഷി ആ വഴി വന്നു. അഗസ്ത്യ മഹർഷിയുടെ മറ്റൊരു പേരാണ് കുംഭസംഭവൻ എന്ന്. മിത്രാവരുണന്മാരായിട്ടുള്ള ദേവന്മാരുടെ അംശം ഒരു കുടത്തിൽ നിക്ഷേപിച്ച് വെച്ച് അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 2 പേരുണ്ടായി എന്നാണ് കഥ. ആദ്യം വലിയ രൂപം ധരിച്ചുണ്ടായ അദ്ദേഹം വസിഷ്ഠനും, രണ്ടാമത് ഒരു പെരുവിരലിന് മാത്രം വലിപ്പമുള്ള ഒരാൾ ജനിച്ചു. അദ്ദേഹമാണ് അഗസ്ത്യ മഹർഷി. വലിപ്പം കൊണ്ട് വളരെ ചെറിയ ആളാണെങ്കിലും തപശക്തി കൊണ്ട് വളരെ വളരെ ഉയരത്തിലുള്ള ആളായിരുന്നു അഗസ്ത്യ മഹർഷി. മഹാനായിരുന്നു അദ്ദേഹം. അഗസ്ത്യ മഹർഷിയുടെ മഹത്വം മനസ്സിലാക്കാതെ സാധാരണ പതിവുള്ളതുപോലെ ഈ 2 അസുരന്മാരും ചേർന്ന് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിൽ വെച്ച് ആട്ടിറച്ചി പാകം ചെയ്തു കൊടുത്തു. അഗസ്ത്യ മഹർഷി അത് കഴിച്ചു കഴിഞ്ഞ ഉടനെ വാതാപി ദഹിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. തൻ്റെ വയറിനുള്ളിലിരിക്കുന്ന വാതാപിയുടെ മാംസം നിശേഷം ദഹിച്ചു പോയി. ഇതറിയാതെ ഇല്വലൻ വാതാപിയോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അഗസ്ത്യ മഹർഷി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവനൊക്കെ എപ്പോഴോ ദഹിച്ചു പോയി എൻ്റെ വയറിനുള്ളിൽ, ഇനി പുറത്തേക്കൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കണ്ട് ക്രുദ്ധനായ ഇല്വലൻ അഗസ്ത്യ മഹർഷിയെ നശിപ്പിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അഗസ്ത്യ മഹർഷി തൻ്റെ നേത്രാഗ്നി കൊണ്ട് ഇല്വലനെയും ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ ഭൂമിയിൽ ഈ 2 ക്രൂരന്മാരായ അസുരന്മാരുടെയും ശല്യം തീർന്നു. പറഞ്ഞു വന്നത്, ഇന്ന് കർണാടകയിലെ ബദാമി എന്ന സ്ഥലമാണ് പണ്ട്